കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ ചീഫ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ കെ കുഞ്ഞാലിയാണ്. ഡോക്ടർ, ഈ ലോകരാഷ്ട്രങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹൃദ്രോഗികളുടെ ശതമാനം എത്രയാണെന്ന് എങ്ങനെയാണ് വിശദീകരിക്കുക? ലോകത്തിൽ മൊത്തമായിട്ട് ഒരു കൊല്ലം 1.73 കോടി ആളുകൾ രക്തക്കുഴലുകൾ അടയുന്ന രോഗം കൊണ്ട് മരണമടയും. അതായത് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും. അതിൽ പ്രധാനമായിട്ടും ഹാർട്ട് അറ്റാക്ക് കൊണ്ടിട്ടാണ്. വികസിത രാജ്യങ്ങളിൽ കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിൽ ഹൃദ്രോഗ മരണങ്ങൾ 60% കുറഞ്ഞു. അതേ അവസരത്തിൽ ഇന്ത്യയിലും ഇന്ത്യ ഭൂഖണ്ഡത്തിലുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ 100%-ലധികം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതിലേറ്റവും കൂടുതൽ വർധനയുണ്ടായത് കേരളത്തിലാണ്. കേരളത്തിൽ തന്നെ മലബാറിലാണ്. അപ്പം മലബാറാണ് ലോകത്തിലെ തന്നെ ഹൃദ്രോഗത്തിൻ്റെ തലസ്ഥാനം. ഇതുപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2030 ആകുമ്പോൾ ലോകത്തിലുള്ള ഹൃദ്രോഗികളിൽ 50% ഇന്ത്യക്കാരായിരിക്കും എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രോഗത്തിനെ തടയാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് പ്രധാനമായിട്ടും ഹൃദ്രോഗത്തിനെ ആയിരിക്കണം. പക്ഷേ ഹൃദ്രോഗത്തിന് അടുത്ത കാലം വരെ വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല. വൈഫിന് ഒരു 12 വർഷം മുമ്പ് ഹാർട്ടിന്റെ വാൽവ് ചുരുങ്ങുകയാണെന്നുള്ള ഒരു സ്കാനിങ്ങിലൂടെ തെളിഞ്ഞായിരുന്നു. അതിനുള്ള കാർഡിയോളജിനെ കണ്ട് മരുന്നും കഴിച്ചുകൊണ്ടായിരുന്നേ. അന്ന് സർജറിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പോന്നു. മരുന്ന് കഴിക്കുന്നതിൽ ആളല്പം മടിയുള്ള ആളായതുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക ഒരു 2-3 ദിവസം തുടർച്ചയായി കഴിക്കാതിരുന്നു. അതിന്റെ പേരിലാന്ന് തോന്നുന്നു 2.5 വർഷം മുമ്പ് ആള് സ്ട്രോക്ക് വന്നിട്ട് വീണുപോയി. എറണാകുളത്ത് അടുത്തൊരു ആശുപത്രി ചെന്നപ്പോഴാണ് സൈഡ് ഇടത് ഭാഗം പൂർണ്ണമായും തളർന്നു പോയി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ആള് സ്ട്രോക്ക് വന്ന രീതിയിൽ തന്നെ വീട്ടിലിരിക്കുക. ആ സന്ദർഭത്തിൽ അവിടെയുള്ള കാർഡിയോളജി എല്ലാം നോക്കിയിട്ട് പറഞ്ഞു വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പൊ നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ന്യൂറോ വിഭാഗം പറഞ്ഞു ഈ കണ്ടീഷനിൽ നടത്താൻ പാടില്ല എന്നും പറഞ്ഞു. ഇപ്പോ ഉള്ള പ്രശ്നം വെച്ചാൽ ആൾക്കൊരു സൈഡ് തളർന്നും പോയി, ഈ വാൽവിന്റെ കംപ്ലൈന്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ 1-2 മരുന്നുകൾ കഴിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് നിങ്ങൾക്ക് രക്തവാതം ഉണ്ടായിട്ട് ഹാർട്ടിന്റെ മൈട്രൽ വാൽവ് ചുരുങ്ങിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, മൈട്രൽ വാൽവ് ചുരുങ്ങിയ ആൾക്ക് മരുന്ന് കഴിച്ചാൽ പോലും കുറെ നാൾ കഴിയുമ്പോൾ അത് കൂടുതലായി വരും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അതിന് ഓപ്പറേഷൻ അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നില്ലെങ്കിൽ ഇനിയും അസുഖം കൂടും. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ